കൈലി മുണ്ടെടുത്ത് തലയിൽ കെട്ടുമായി കർഷക വേഷത്തിൽ സമരം സംഘടിപ്പിച്ച ജോസ് കെ മാണിയും കൂട്ടരും. റബ്ബർ വിലയിടിവിനെതിരെയായിരുന്നു റബ്ബർ ബോർഡ് ആസ്ഥാനത്തേക്ക് കേരള കോൺഗ്രസിന്റെ ഈ പ്രതിഷേധം. ഇറക്കുമതി ചുങ്കവരുമാനം നേരിട്ട് കർഷകരിൽ എത്തിക്കണമെന്ന് ജോസ് കെ മാണി ആവശ്യപ്പെട്ടു. കർഷക വേഷമായ ലുങ്കിയും തോർത്തും ധരിച്ച് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി മുന്നിൽ നിന്ന് സമരം നയിച്ചു. കാർഷിക ഉപകരണങ്ങളായ റബ്ബർ കത്തി, കൂട, ബഡ് തൈകൾ, വെട്ടിമാറ്റിയ റബ്ബർ മരങ്ങൾ എന്നിവയുമായി പാർട്ടി പ്രവർത്തകരും പിന്നാലെ. റബ്ബർ ബോർഡിന് മുമ്പിൽ റബ്ബർ ഷീറ്റ് കത്തിച്ചും പ്രവർത്തകർ പ്രതിഷേധമുയർത്തി. റബ്ബർ ഇറക്കുമതിയിലൂടെ ലഭിക്കുന്ന ചുങ്കം കർഷകർക്ക് നേരിട്ട് നൽകണമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വരുന്ന ഇറക്കുമതി ചുങ്കം ആർക്കു വേണ്ടിയാണ്? കർഷകർക്ക് വേണ്ടിയല്ലേ? കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ റബ്ബർ ഇറക്കുമതി ചുങ്കം, ആ ചുങ്കം എന്ന് പറയുന്ന അതിന്റെ വരുമാനം കർഷകരുടെ വിയർപ്പിന്റെ വിലയാണ്. അത് കേന്ദ്രത്തിന്റെ ഒരു വരുമാനമാക്കി മാറുവാൻ പാടില്ല. ആ വരുമാനം അത് കർഷകന്റെയാണ്. കർഷകന് തന്നെ തിരിച്ചു കൊടുക്കണം. ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യു പ്രതിഷേധ ധർണയിൽ അധ്യക്ഷനായി. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, MLA മാർ, സംസ്ഥാന ജില്ലാ നേതാക്കൾ എന്നിവരും യോഗത്തിൽ പ്രസംഗിച്ചു. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.